തിരുമേനി ഈ അടുത്ത കാലത്ത് ഒരു ക്ഷേത്രത്തിൽ സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള കീഴ്ശാന്തി തിടപ്പള്ളിയുടെ സമീപത്തേക്ക് വിളിച്ചിട്ട് കുറച്ച് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം തന്നു. ഞാനത് അപ്പോൾ തന്നെ അതങ്ങ് വായിലിട്ടു. അപ്പോഴാണ് അടുത്ത് നിന്ന് മറ്റൊരു സ്ത്രീ പറഞ്ഞത്, ക്ഷേത്രത്തിനകത്ത് വെച്ച് പ്രസാദം കഴിക്കരുത്, ഒരു ജന്മം മുഴുക്കെ ഈ പാപം ചുമക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആകെ കൂടി എൻ്റെ മനസ്സ് അത് കേട്ടപ്പോൾ തകർന്നുപോയി. ആ കീഴ്ശാന്തി എൻ്റെ അടുത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും ആ വ്യക്തി പറഞ്ഞ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ഇന്നും അലയടിക്കുകയാണ്. ഇതിലെന്തെങ്കിലും ദോഷം വരുമോ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ക്ഷേത്രത്തിനകത്ത് നമ്മൾ തൊഴുത് വരുമ്പോൾ തീർത്ഥം കിട്ടും, നമ്മളത് സേവിക്കാറുണ്ട്. ചിലപ്പോൾ ക്ഷേത്രത്തിനകത്ത് തിടപ്പള്ളിയിൽ നിന്ന് പ്രസാദങ്ങൾ, പാൽപ്പായസം അങ്ങനെയൊക്കെ ഉള്ളത് പൂജ കഴിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മേടിച്ചുകൊണ്ട് പോകും. നാലമ്പലത്തിനകത്ത് വെച്ച് നമ്മളതൊന്നും കഴിക്കാറില്ല. അതാണ് നമ്മുടെ ഒരു രീതി. പക്ഷെ ഇവിടെ തന്നപ്പോൾ അറിവില്ലായ്മ കൊണ്ട് നമ്മളങ്ങ് കഴിച്ചുപോയി. അത്രേ സംഭവിച്ചുള്ളൂ. അത് ദേവന് നിവേദിച്ച പ്രസാദമാണ്, പവിത്രമായിട്ടുള്ള കാര്യമാണ്, അതിൻ്റെ പുണ്യം നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ ക്ഷേത്രത്തിനകത്ത് വെച്ച് പെരുമാറിയ ആ കീഴ്വഴക്കം ശരിയല്ലാത്തതുകൊണ്ട് ചെറിയൊരു പാപത്വം ക്ഷേത്രത്തിലുണ്ടാകും. ഒന്ന് ഏത്തമിട്ടാൽ, ഗണപതിയുടെ പോയി ഒന്ന് ഏത്തമിട്ടാൽ ഭഗവാന്റെ മുമ്പ് അല്ലെങ്കിൽ ദേവിയാണെങ്കിൽ അവിടെ പോയി സമസ്താപരാധം ക്ഷമസ്വ എന്ന് ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ തീരാവുന്നുള്ള വിഷയം. അല്ലെങ്കിൽ നടയിൽ ചെന്ന് ഗായത്രി 8 തവണ ജപിച്ചാൽ മതി. ഗായത്രി മന്ത്രം ജപിച്ചാൽ തീരാവുന്ന വിഷയം. അല്ലാതെ ജന്മാന്തരം കൊണ്ടു നടക്കുന്ന ഒരു വലിയ വിഷയമൊന്നുമല്ല. ഈ പറഞ്ഞു തന്ന വ്യക്തി, അതായത് ഇത് കണ്ടിട്ട് പറഞ്ഞു തന്ന വ്യക്തി ചുമ്മാ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ഒരാളായിട്ട് കരുതിയാൽ മതി. അറിയാതെ സംഭവിച്ചു പോയി. ഇത് കണ്ടിട്ട് നമ്മളെ ആജീവനാന്തം നമ്മുടെ ലൈഫിലെ എല്ലാ പുണ്യങ്ങളും എടുത്തു കളയുന്ന ക്രൂരനായിട്ടുള്ള സാഡിസ്റ്റായിട്ടുള്ള ഒന്നുമല്ല നമ്മുടെ ഹൈന്ദവ മൂർത്തികളൊന്നും. അങ്ങനെയൊന്നും ചിന്തിക്കരുതേ. നമ്മളെ ക്ഷേത്രത്തിലെ അവിടുത്തെ പവിത്രതയ്ക്ക് ഒരു ഭംഗം വരുത്തിയുണ്ട്. ആ പവിത്രമായിട്ടുള്ള ഗായത്രി മന്ത്രം ചൊല്ലിക്കൊടുക്കുക, അല്ലെങ്കിൽ ക്ഷമാമന്ത്രം, സമസ്താപരതും ക്ഷമസ്വ പറയുക, ഇതൊക്കെ മതിയാവും. നമ്മൾ പിന്നെ ആ തെറ്റ് ആവർത്തിക്കാൻ പോകുന്നില്ലല്ലോ, അല്ലേ? തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഉള്ളൂ. അല്ലാതെ ഇതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ.